ജലാശയങ്ങളിൽ ഉപ്പിന്റെ അളവ് അധികമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആലപ്പുഴയിലെ നെൽകർഷകർ. നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയതോടെ കൃഷിയോടൊപ്പം ഇവരുടെ ജീവിതവും വഴിമുട്ടുകയാണ്. സ്പിൽവേകളിലെ ഷട്ടറുകൾ പ്രവർത്തനരഹിതമായതാണ് പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം എത്താൻ കാരണം. ആയിരക്കണക്കിന് ഏക്കർ പാടശേഖരങ്ങളിലേക്ക് ജലമെത്തുന്ന കനാലുകളിലെയും പുറന്തോടുകളിലെയും ഉപ്പിന്റെ അളവ് ഇപ്പോൾ 6%. 3%-ൽ അധികമായാൽ നെൽച്ചെടികൾക്ക് താങ്ങാൻ കഴിയില്ല. കൃഷി വിതച്ചിട്ട് 45 ദിവസം വരെ പിന്നിട്ട പാടങ്ങൾ കുട്ടനാട്ടിലും പുന്നപ്രയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. ഞങ്ങളുടെ കൃഷി തുടങ്ങിയിട്ട് വിത കഴിഞ്ഞിട്ട് ഇപ്പം 45 ദിവസം 48 ദിവസത്തോളമായി. അപ്പോൾ ഇപ്പം വെള്ളം കിട്ടേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ തോട്ടിലെ ഉപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 5.7. ഇപ്പം നെല്ലിന് 3% മേളിലായിക്കഴിഞ്ഞാൽ നെല്ലിന് കേട് സംഭവിക്കും. ഇപ്പം വെള്ളം കയറ്റാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആദ്യത്തെ 20 ദിവസം കഴിയുന്നതോടെ വളമിടൽ ആരംഭിക്കും. തൊട്ടടുത്ത ദിവസങ്ങളിൽ പാടത്തേക്ക് വെള്ളം കയറ്റണം. 4 ദിവസം കഴിഞ്ഞാൽ ഈ വെള്ളം വീണ്ടും പുറന്തള്ളും. വിളവെടുപ്പ് വരെ ഇത് പലതവണ തുടരും. ഈ കാർഷിക നടപടികളാണ് നിലവിൽ താളം തെറ്റിയത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് പതിവാണെങ്കിലും ഇത്രയും വലിയ അളവിൽ ഇതാദ്യമാണ്. ഇക്കാര്യങ്ങൾ പരിശോധിക്കേണ്ട കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെടുന്നില്ല എന്നാണ് കർഷകരുടെ ആരോപണം. പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം എത്തിത്തുടങ്ങിയതോടെ നെൽകർഷകരുടെ ജീവിതവും കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. കുട്ടനാട്ടിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.